ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മാങ്ങയും ബ്രെഡും കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു ഫുഡിങ് അല്ലെങ്കിൽ മധുര പലഹാരം എന്നൊക്കെ പറയാം. രണ്ട് പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മളിത് അവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് മാങ്ങയും കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ, വെറും കഷ്ണങ്ങളാണ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം തീരെ ചേർക്കണ്ട, വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാം. നല്ല മധുരമുള്ള മാങ്ങ ആണെങ്കിൽ മധുരം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുക്കി വരും ചെയ്യും. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു പേക്ക് പാൽ വാങ്ങിയിട്ട് അതിൽ ഒരു 1/2 ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 മാങ്ങക്ക് ഈ ഒരു അളവ് മതിയായിരിക്കും. ഇനി ഇതിലേക്ക് പാലിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റാർഡ് പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളത്തിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ, നോർമൽ വെള്ളത്തിൽ തന്നെ നമ്മളത് കലക്കിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ. നല്ല ക്രീമി ആയിട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡറും പാലൊക്കെ തളിച്ചിട്ട് നല്ല രീതിയിൽ നല്ലൊരു ക്രീമി ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും നല്ല കുറുകി എന്ന്. ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിതവിടെ ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഒരു കളർ മാറ്റം വരും, അതുകൊണ്ടാണത് ഒഴിവാക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ ഞാൻ 2 പ്രാവശ്യം ഒന്നുകൂടെ കട്ട് ചെയ്ത് തന്നുണ്ട്. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാലൊക്കെ നന്നായിട്ടൊന്ന് തണുത്തപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം. മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും തരണേ. ഇനി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം എടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പാലിൻ്റെ ആ ഒരു മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് നമ്മളിതിലേക്ക് വെച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിതാ അതുപോലെ ബ്രെഡൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി സ്ഥലം കാണുന്നിടത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാ ഭാഗത്തും ബ്രെഡ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാങ്ങ മിക്സ് ചെയ്തിട്ടില്ലേ, അത് നമ്മൾ മാങ്ങൻ്റെ ഒരു ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഓരോ സ്പൂണ് വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് തന്നെ നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും പാല് കുറുക്കിയെടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. പാലും കസ്റ്റാർഡും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കോളണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ബ്രെഡ് വെച്ചെടുക്കാം. അപ്പോൾ ഓരോ ലെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മളുടെ കയ്യിൽ എത്ര ബ്രെഡും മാവൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ 2 or 3 ലെയറാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം പാല് ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം ബ്രെഡ് വെച്ചെടുക്കാം, വീണ്ടും മാങ്ങൻ്റെ ആ പേസ്റ്റ് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് മുഴുവനായിട്ട് ഞാൻ മൂന്നാമത്തെ ലെയറും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്തതും കൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ബ്രെഡ് വെച്ചെടുക്കുന്നു, അതിൻ്റെ മേലെ മാംഗോ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പാലിൻ്റെ ഒരു മിക്സും കൂടെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് മാങ്ങൻ്റെ ചെറിയ കഷ്ണങ്ങൾ വെച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ വെച്ചെടുക്കാം. അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഇട്ടെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബദാമോ പിസ്തോ എന്തുണ്ടെങ്കിലും ഇട്ടെടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് കടിച്ച് തിന്നാൻ. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതിഷ്ടാവും. അപ്പോൾ ഇതിപ്പോൾ തന്നെ തിന്നാനായിട്ടില്ല കേട്ടോ. ഇതൊന്ന് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് തിന്നാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും വലിയ കഷ്ണമാക്കിയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാനിതേപോലെ ഒരു കള്ളിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ എന്തായാലും ഉണ്ടാവില്ലേ. മാങ്ങ കഴിയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം 2 മാങ്ങ കൊണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.